ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മക്രോണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 15 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഞാൻ ഒപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മാഗിൻ്റെ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ആ ഒരു മസാലയായിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പിന് 1.25 കപ്പ് എന്ന അളവിലാണ് നമ്മളിവിടെ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പിന് 2.5 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2 വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം നമുക്കിത് ആവിയൊക്കെ ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അങ്ങനെ തന്നെ നമ്മൾ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളിവിടെ നിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മക്രോണി വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം അതിലില്ല. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല കറക്റ്റായിട്ട് ഈ ഒരു മക്രോണി വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മക്രോണിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം.